ആരും നമ്മുടെ കൂടെ വരില്ലല്ലോ. അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞ, ഖബർ കണ്ടാ വല്ലാതെ കരയുമായിരുന്നു. കരയണം സഹോദരാ, കരയണം സഹോദരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ കരയണം സഹോദരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. മക്കളെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല് കരയണമെന്നാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണം, ഖബർ കണ്ടാ കരയണം. ആരാടോ കരയുന്നത്? ഇന്ന് ഖബർ കുഴിക്കുന്നവനും ചിരിക്കുകയാണ്. ഖബർ കുഴിക്കുന്നവൻ പോലും മുണ്ട് മടക്കി കുത്തി വായിൽ വീടിക്കുറ്റി വെച്ച് തമാശ പറഞ്ഞിട്ടാ കുഴിക്കുന്നത്. അവൻ കരയാറില്ല, അവനൊരു പേടിയില്ല. ഖബറിനകത്തിറങ്ങിയിട്ട് മയ്യത്തിറക്കി വെക്കുന്നവനും കരയാറില്ല, കൊണ്ടുപോയി പലക നിരത്തുന്നവനും കരയാറില്ല, മണ്ണു വാരിയിടുന്നവനും കരയാറില്ല, മണ്ണു വെട്ടിയിടുന്നവനും കരയാറില്ല, വെള്ളമൊഴിക്കുന്നവനും കരയാറില്ല, ചെടി നടന്നവനും കരയാറില്ല, ദുആ ചെയ്യുന്നവനും കരയാറില്ല. മക്കളെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്, ഖബർ കണ്ടാ കരയണമെന്നാണ്. എന്തുകൊണ്ടാ പടച്ചവനെ ഖബർ കണ്ടാ കരയണമെന്ന് പറയാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ടവര്, ഖബറിന്റെ ചാരത്തു പോകുന്ന ഓരോ മനുഷ്യനോടും ഖബർ സംസാരിക്കുന്നുണ്ടോ? ഖബറിന് നാവുണ്ട് സഹോദരാ, ഖബറിന് നാവുണ്ട് സഹോദരാ. ഞാൻ സംസാരിക്കുന്നത് പോലെ ഖബറിനും നാവുണ്ടടോ. ഖബറിന്റെ പരിസരത്ത് പോകുന്നവരോട് ഖബർ സംസാരിക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റണം സഹോദരാ. എന്തുകൊണ്ടാണ് കരച്ചില് വരാത്തതെന്നറിയുവോ? നമുക്കറിയാഞ്ഞിട്ടാണ്. ആ ഖബറിനെ കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറയുകയാ, ഈ നാട്ടിൽ ഖബർ കുഴിക്കുന്ന സഹോദരനോട് പറയുകയാണ്, മോനെ